അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ കുറച്ച് പൊട്ടിയ പാത്രമൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതിലൊക്കെ മണ്ണൊക്കെ സെറ്റ് ചെയ്ത് മണ്ണൊക്കെ നിറച്ചു. അങ്ങനെ മണ്ണൊക്കെ ഒരുക്കി അങ്ങനെ കൃഷിഭവനിൽ നിന്ന് കുറച്ച് വിത്തൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് നാളായി, കിളിക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എല്ലാം മിക്സായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അതെല്ലാം വേർതിരിച്ചു. പിന്നെ ബോബന് മൂടിലെ പട്ടി എന്ന പോലെ അല്ലി എപ്പോഴും നമ്മുടെ പിന്നാലെ എപ്പോഴും കാണും. അങ്ങനെ വിത്തൊക്കെ എടുത്ത് വിത്തൊക്കെ നട്ടു വെച്ചു. നട്ട ശേഷം ഇച്ചിരി ചാരമൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്താ വെച്ചാൽ ഉറുമ്പ് വന്ന് വിത്തെടുത്തുകൊണ്ട് പോകാതിരിക്കാനായിട്ട് ചാരം ഇടുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടു. അപ്പോൾ അത് ഓർത്തു എന്തായാലും ചെയ്യില്ല, അപ്പോൾ ഇച്ചിരി നല്ല കാര്യമായിട്ട് ചെയ്യാം. അങ്ങനെ നേരെ കൃഷിഭവനിലോട്ട് വിട്ടു. അവിടെ പോയി കുറച്ചേറെ വിത്തുകളൊക്കെ മേടിച്ചു. വിത്ത് മേടിച്ചപ്പോൾ അടുത്ത് ചേച്ചി പറഞ്ഞു ചകിരിച്ചോറിൻ്റെ അകത്ത് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കിളുക്കുന്നത്. അപ്പോൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നമുക്കിവിടെ ചാണകപ്പൊടിയൊന്നും കിട്ടാനില്ലായിരുന്നു. പിന്നെ ആട്ടുംകാട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ആട്ടുംകാട്ട ആകുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ നനച്ച് കൊടുക്കണം, ചൂടാണ്. അപ്പം ഞാൻ ടെറസിൽ എല്ലാം നടാനും കൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താ വെച്ചാൽ താഴെ നടുമ്പോഴത്തേക്ക് അവിടെ ആടും കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതെല്ലാം നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ടെറസിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ അകത്താണ് ഞാൻ ചകിരിച്ചോറെല്ലാം നിറച്ചത്. ഒന്നുകിൽ ട്രേക്കകത്തോ ഇല്ല ഇതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ അകത്തോ നിറയ്ക്കുന്നതായിരിക്കും നല്ലത്. എന്താ വെച്ചാൽ നല്ല റിസൾട്ടും കാണാം, അതുമല്ല നമുക്ക് പറിച്ച് നടാനും എളുപ്പമാണ്. അതിൻ്റെ വേരുകളൊന്നും പോകത്തില്ല. മറ്റേ മണ്ണിലൊക്കെ ആകുമ്പോഴത്തേക്കും അത് പറിച്ച് നടുമ്പോഴത്തേക്കും അത് സെറ്റായി വരെ 2 ദിവസം എടുക്കും. ഞാൻ നോർമലി ചീര നട്ടാൽ കിളുക്കാറേ ഇല്ലായിരുന്നു. പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല റിസൾട്ടാണ് ഫ്രണ്ട്സ് കണ്ടത്. എല്ലാം നല്ല രീതിയിൽ കിളുക്കാൻ തുടങ്ങി. എല്ലാം നല്ല രീതിയിൽ കിളുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തൊട്ടേ ഉള്ളടയ്ക്കകത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെതായ ചെറിയൊരു എക്സ്പീരിയൻസേ ഉള്ളൂ. വലിയ കൃഷിക്കാരനോ വലിയ കൃഷി ചെയ്യുന്ന ആളൊന്നും അല്ല. ഈ പെറ്റ്സിനെയൊക്കെ വളർത്തുന്ന കൂട്ടത്തിൽ എനിക്ക് ഇതുപോലെ കൃഷിയും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് തൊട്ടേ ഞാൻ ഇങ്ങനെ ഉള്ള സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ചെയ്തതാണ്. ഇതിങ്ങനെ കിളുത്ത് നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് മനസ്സിന് നല്ലൊരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഇനി പറിച്ച് വേറെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചാക്കിലോ നട്ട് മുകളിലോട്ട് കെയർ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.